വലിയ വിവാദങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുകയാണ് വഖഫ് ബിൽ ഇപ്പോൾ. എന്നാൽ ആദ്യം ഈ ബില്ലിന്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. രണ്ടാം മോദി സർക്കാർ കൊണ്ടുവന്ന ഒരു സുപ്രധാന ബില്ലായിരുന്നു വഖഫ്. ഇസ്ലാം നിയമപ്രകാരം മതപരമായോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കോ ആയി ദൈവത്തിന്റെ പേരിൽ സമർപ്പിച്ച ഭൂമിയും സ്വത്തുക്കളുമാണ് വഖഫ്. 1954 വഖഫുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നത്. ശേഷം വഖഫ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ സംസ്ഥാന തലത്തിൽ വഖഫ് ബോർഡുകളും കേന്ദ്രതലത്തിൽ വഖഫ് കൗൺസിലുകളും വന്നു. എന്നാൽ പിന്നീട് ഈ നിയമം റദ്ദാക്കി 1995 പുതിയ നിയമം വന്നതോടൊപ്പം 2013 ഇതിൽ ഭേദഗതികൾ വന്നത് പ്രകാരം വഖഫിന് കൂടുതൽ അധികാരം ലഭിച്ചു. 14 ഭേദഗതികളുമായാണ് ഇപ്പോൾ പുതിയ ബില്ല് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നത്. ആദ്യമൊക്കെ സ്വത്ത് വഖഫാക്കാൻ വാക്കാലുള്ള ഉടമ്പടി മാത്രം മതിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്വത്ത് നൽകുന്നതിന് വ്യക്തമായ തെളിവുകൾ ആവശ്യമായി വരികയാണ്. അതുപോലെ വഖഫ് ബോർഡുകളുടെ അധികാര പ്രയോഗങ്ങൾക്ക് നിയന്ത്രണം വരുന്നതിനോടൊപ്പം വസ്തുവിന്റെ അധികാരം ജില്ലാ കളക്ടർക്കായിരിക്കുമെന്നും അംഗങ്ങളെയെല്ലാം കേന്ദ്ര ഗവൺമെന്റിന് നിയമിക്കാനും ശുപാർശ ചെയ്യാനുമുള്ള അവസരവും ബില്ല് ഉണ്ടാക്കുന്നുണ്ട്. വഖഫ് എന്ന അറബി വാക്കിനർത്ഥം തടഞ്ഞു നിർത്തുക എന്നാണ്. പഴയകാല ഇസ്ലാം ഭരണാധികാരികൾക്ക് ആദ്യകാലങ്ങളിലൊക്കെ പൊതുജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പണം ഇല്ലാതായതോടെ സ്വകാര്യ സ്വത്തുക്കളിൽ നിന്ന് ഒരംശം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാതെ തടഞ്ഞു വെച്ചത് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അത് വഖഫായി മാറി. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നിയമിച്ച സച്ചാർ കമ്മിറ്റി ഇന്ത്യയിൽ പല ഭാഗങ്ങളിലുമുള്ള വഖഫുകളെക്കുറിച്ചും സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും മറ്റും പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വഖഫ് സ്വത്തുകളിൽ നല്ലൊരു ശതമാനവും മറ്റുള്ള ആളുകൾ കയ്യേറിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും കാലം സമ്പാദിച്ചതുകൊണ്ട് ഭൂമി വാങ്ങി വീട് വെച്ച മുനമ്പത്തും ചെറായിയും മറ്റുമുള്ള ആളുകളോട് ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞാൽ അവരെന്തു ചെയ്യും? അവരെങ്ങോട്ട് പോകും? കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ഫാറൂഖ് കോളേജിന് മുനമ്പത്ത് നിലവിലെ തർക്കഭൂമിയുമായുള്ള ബന്ധവും ഈ ഭൂമിയുമായി കോളേജ് മാനേജ്മെന്റ് നടത്തിയ അനധികൃത ഇടപാടുകളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ശക്തമായ നിയമങ്ങൾ ഉപയോഗിച്ച് നഷ്ടപ്പെട്ട വഖഫ് ഭൂമി തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡ് ശ്രമിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റുമോ എന്നും, അതുപോലെ തലമുറകളായി താമസിക്കുകയും നികുതി അടയ്ക്കുകയും ചെയ്യുന്ന ഭൂമിയിൽ നിന്ന് ഇറങ്ങാനും ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുന്നതും ശരിയാണോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു.